സ്വർണം ഇനി വിൽക്കാന് പറ്റില്ലേ? വില ചാഞ്ചാട്ടത്തിൽ തുടരും. ഇനിയെന്ത് ചെയ്യും? കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സ്വർണ്ണ വിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. അടുത്തിടെ വിലയിൽ നേരിയ ഇടിവ് സംഭവിക്കുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത ദിവസം അത് കൂടുകയാണ് ചെയ്യുന്നത്. ആഗോള അനിശ്ചിതത്വങ്ങൾ സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമാക്കി മാറ്റുന്നത് തുടരുന്നുണ്ട്. എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സംബന്ധിയായ താരതമ്യേന മെച്ചപ്പെട്ട വാർത്തകളുടെ ഒഴുക്ക് സ്വർണത്തിന്റെ തിളക്കം കുറക്കുന്നു. വർദ്ധിച്ചുവരുന്ന യുഎസ് സാമ്പത്തിക ആശങ്കകൾക്കും പ്രസിഡന്റ് ട്രംപിന്റെ വ്യാപാര വാചാടോപത്തിനും വിപണി പ്രതികരിച്ചതോടെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ചില നേട്ടങ്ങളിൽ നിന്ന് സ്വർണം പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഡോളറിന്റെ മൂല്യം 100-ന് താഴെയായി തുടരുകയും ഇത് മഞ്ഞ ലോഹത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്ന് കമ്മോഡിറ്റീസ് ആൻഡ് കറൻസികളുടെ എവിപി മനീഷ് ശർമ്മ ആനന്ദ് രതി ചൂണ്ടിക്കാട്ടി. മൂഡിയുടെ യുഎസ് ഓവറിന് ക്രെഡിറ്റ് അടുത്തിടെ താഴ്ത്തിയത് വിപണി വികാരത്തെ ബാധിച്ചു. ഇത് രാജ്യത്തിന്റെ സുസ്ഥിരമല്ലാത്ത കടബാധ്യതയെ എടുത്തു കാണിക്കുന്നു. ട്രംപിന്റെ ആക്രമണാത്മക നികുതി ചെലവ് പാക്കേജ് ഹൌസ് പാസാക്കിയതോടെ ഇത് കൂടുതൽ സങ്കീർണമായി. ഇത് കമ്മിയിൽ ഏകദേശം $4 ട്രില്യൺ ചേർക്കുമെന്ന് സിബിഒ കണക്കാക്കി. എന്നിരുന്നാലും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്താനുള്ള സമയപരിധി ട്രംപ് ജൂലൈ വരെ നീട്ടിയതോടെ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ പെട്ടെന്ന് കുറഞ്ഞു. ഇത് ഇക്വിറ്റി മാർക്കറ്റുകൾക്ക് ആശ്വാസം നൽകി. അതോടെ അടുത്തിടെ ഉണ്ടായിരുന്ന സ്വർണത്തിലേക്കുള്ള സുരക്ഷിതമായ ഒഴുക്കിന് ശമനമായി. ചില വ്യാപാര പങ്കാളികളുമായുള്ള ചർച്ചകളിൽ വൈറ്റ് ഹൌസ് പുതിയ പുരോഗതി കൈവരിക്കുന്നുണ്ടെന്ന സൂചനകൾ സ്വർണം പോലുള്ള കൂടുതൽ സങ്കേത ആസ്തികൾ കൈവശം വയ്ക്കാനുള്ള നിക്ഷേപകരുടെ ആഗ്രഹത്തെ തടഞ്ഞു. ഏപ്രിൽ മധ്യത്തിൽ ഒരു വർഷത്തിലേറെയായി ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതിനു ശേഷം കഴിഞ്ഞ 5 ആഴ്ചകളായി ഭൗതികമായി പിന്തുണയുള്ള സ്വർണ്ണ വിനിമയ വ്യാപാര ഫണ്ടുകളും പുറത്തേക്കുള്ള ഒഴുക്കിലാണ്. 1-2 മാസത്തെ ഹ്രസ്വകാല വീക്ഷണകോണിൽ സ്വർണ്ണ വിലകൾ ഏകീകരിക്കാൻ ഇടയുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിലവിലെ ആഴ്ചയിൽ വിപണി പങ്കാളികൾ സ്വർണ്ണ വിലയിൽ കൂടുതൽ ദിശാബോധത്തിനായി ഫെഡ് മീറ്റിംഗ് മിനിറ്റ്സും യുഎസ് പ്രാഥമിക ജിഡിപി എസ്റ്റിമേറ്റും ഉറ്റുനോക്കുന്നു. മീറ്റിംഗ് മിനിറ്റ്സിൽ അംഗങ്ങളുടെ ഏതൊരു പരുഷമായ നിലപാടും സെപ്റ്റംബർ മാസം വരെ നിരക്ക് കുറക്കൽ കാലതാമസം സ്ഥിരീകരിക്കുകയും വരും ദിവസങ്ങളിൽ ബുള്ളിയന് വിലകളിൽ കൂടുതൽ ലാഭ ബുക്കിംഗ് നീക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. മറുവശത്ത് റഷ്യ ഉക്രൈന് സംഘർഷത്തിൽ കാണപ്പെടുന്ന വർധനവ് താഴ്ന്ന നിലകളിൽ വിലകളിൽ ചാഞ്ചാട്ടത്തിന് കാരണമാകും. കാരണം ഈ ഭൗമ രാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഇതുവരെ ഒരു ഉടമ്പടിയുടെ ലക്ഷണങ്ങളും പുറത്തുവരുന്നില്ല. ഏപ്രിൽ അവസാന ആഴ്ച മുതൽ എംസിഎക്സ് ഫ്യൂച്ചേഴ്സ് കരാറിൽ 98,000 രൂപയ്ക്ക് മുകളിലുള്ള നിലവാരത്തിൽ സ്വർണം തളർച്ചയുടെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. എംസിഎക്സ് ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് CMP 95,731/10 ഗ്രാം 95,400/10 ഗ്രാമിന് താഴെ പ്രതിദിന ക്ലോസ് നൽകിയാൽ ബെയറിഷ് ആയി മാറിയേക്കാം. കാരണം 93,200, 92,400 ലെവലുകൾ 1 മുതൽ 2 വരെ ആഴ്ചയ്ക്കുള്ളിൽ കാണാൻ കഴിയും. സ്വർണ്ണവില ഇടിയുന്നു. സ്വർണം വാങ്ങുന്നവർക്ക് നേട്ടം ഇനിയും കുറയുമെന്ന സൂചന. അറിയാം പവന് വില. കൊച്ചി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോടതിയിൽ തിരിച്ചടി നേരിട്ട പിന്നാലെ സ്വർണ്ണവിപണിയിൽ ഇടിവ്. രാജ്യാന്തര സ്വർണ്ണവിലയും കേരളത്തിലെ സ്വർണ്ണവിലയും കുറഞ്ഞു. ട്രംപിന്റെ അടുത്ത നീക്കം എന്താകുമെന്ന് നിരീക്ഷിക്കുകയാണ് വിപണി. യുഎസ് ഫെഡറൽ വ്യാപാര കോടതിയുടെ വിധിക്കെതിരെ യുഎസ് ഭരണകൂടം സുപ്രീംകോടതിയെ സമീപിച്ചേക്കും. വിവിധ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഇറക്കുമതി ചുങ്കം അധികമായി ചുമത്തിയിരുന്നു. യുഎസ് കോൺഗ്രസിന്റെ പരിധിയിൽ വരുന്ന നടപടി പ്രസിഡന്റ് ഏറ്റെടുത്ത് ചെയ്യുകയാണ് എന്ന ചോദ്യമാണ് കോടതിയിൽ ഉയർന്നത്. അധിക ചുങ്കം കുറയ്ക്കണമെന്ന് വിവിധ രാജ്യങ്ങൾ അമേരിക്കയുമായി ചർച്ച നടത്തി വരവെയാണ് കോടതി വിധി. ഇതിന് പിന്നാലെ വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഓഹരി വിപണികളെല്ലാം ഇന്ന് നേട്ടത്തിലാണ്. വിപണിക്ക് പുത്തന് പ്രതീക്ഷ വന്ന പോലെയാണ് പ്രതികരണം. ഡോളർ സൂചികയും കുതിക്കുകയാണ്. ഏറെ നാൾക്ക് ശേഷം ഡോളർ സൂചിക 100 കടന്നു. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില 3,288 നിന്ന് 3,260 കുറഞ്ഞു. വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ നേരിയ മാറ്റം പ്രതീക്ഷിക്കാം. കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് ഒരു പവന് സ്വർണത്തിന് 71,160 രൂപയാണ് വില. 320 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഗ്രാമിന് 40 രൂപ താഴ്ന്ന് 8,895 രൂപയിലെത്തി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 7,290 രൂപയായി. വെള്ളിയുടെ വില ഗ്രാമിന് 1 രൂപ കുറഞ്ഞ് 109 എന്ന നിരക്കിലെത്തി. നിലവിലെ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറഞ്ഞേക്കും. ബുധനാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല. എന്നാൽ ചൊവ്വാഴ്ച 2 തവണ വിലയിൽ മാറ്റമുണ്ടായിരുന്നു. രാവിലെ സ്വർണ്ണവില കൂടുകയും ഉച്ചയ്ക്ക് ശേഷം കുറയുകയുമാണ് ചെയ്തത്. ഇതിനുശേഷമാണ് ഇന്നത്തെ വിലക്കുറവ്. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിനമാണ്. ഡോളറിനെതിരെ ഇന്ത്യന് 85 രൂപ 47 പൈസ എന്ന നിരക്കിലാണുള്ളത്. ക്രൂഡ് ഓയിൽ വില അല്പം കയറുകയാണ്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $65 പുതിയ വില. ബിറ്റ് കോയിന് വില 1.08 ലക്ഷമായി. ഇന്ന് ഒരു പവന് സ്വർണം വാങ്ങുന്നവർക്ക് പണിക്കൂലിയും മറ്റു ചെലവുകളും ചേർത്ത് 77,000 രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം. പഴയ സ്വർണം വിൽക്കുന്നവർക്ക് പവന് 69,500 രൂപ കിട്ടിയേക്കും. ഡോളർ മൂല്യം വർദ്ധിക്കുന്നത് സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് പ്രതീക്ഷയാണ്. ഡോളർ മൂല്യം കൂടുമ്പോൾ മറ്റു കറൻസികളുടെ മൂല്യം കുറയും. അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങലുകൾ ഇടിയാനും ഇത് കാരണമാകും. അതേസമയം ഇന്ത്യൻ രൂപ കാര്യമായ മുന്നേറ്റം നടത്തുന്നില്ല എന്നത് ആശങ്കയാണ്. ഇന്ത്യൻ രൂപയുടെ കരുത്ത് കൂട്ടാൻ RBI ശ്രമം തുടരുന്നുണ്ട്. സ്വർണ്ണവില തുടർച്ചയായി താഴേക്ക്. ഇപ്പോൾ സ്വർണം വാങ്ങി സൂക്ഷിക്കാൻ പാടില്ല. കാരണം 2025ന്റെ തുടക്കം തൊട്ട് അസാധാരണമായ കുതിപ്പാണ് സ്വർണം നടത്തിയത്. ഏകദേശം 30% നേട്ടമാണ് സ്വർണം ഈ വർഷം ഇതുവരെ കൈവരിച്ചത്. എന്നാൽ ലോകമെമ്പാടുമുള്ള സുരക്ഷിത നിക്ഷേപ ആവശ്യകത കുറഞ്ഞതിനാൽ സ്വർണം അതിന്റെ കുതിപ്പിന് താൽക്കാലികമായെങ്കിലും വിരാമമിട്ട നിലയിലാണ്.
ഓഹരികൾ പോലുള്ള അപകടസാധ്യതയുള്ള നിക്ഷേപങ്ങൾ വീണ്ടും ആകർഷണീയമാകുകയാണ്. എങ്കിലും വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോയിൽ സ്വർണം അതിന്റെ തന്ത്രപരമായ പ്രാധാന്യം നിലനിർത്തുന്നു. ആഭരണ ഓഹരികള്, സ്വർണ്ണ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകള്, മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകള് എന്നിങ്ങനെ സ്വർണത്തിന് എക്സ്പോഷർ എടുക്കുന്നതിന് 3 പ്രധാന ഓപ്ഷനുകളുണ്ട്. എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ ഏറ്റവും ഉചിതമായ മാർഗം മൾട്ടി അസറ്റ് ഫണ്ടുകളിലൂടെയും സ്വർണത്തിന് വിവേകപൂർവമായ വിഹിതം നൽകുന്നതിലൂടെയുമാണ്. ഇഡിഎഫുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ ഹോൾഡിംഗുകൾ വഴി സ്വർണത്തിലേക്ക് നേരിട്ട് എക്സ്പോഷർ ചെയ്യുന്നത് അഭികാമ്യമല്ലായിരിക്കാം എന്നാണ് ഇൻവെസ്കോ അസറ്റ് മാനേജ്മെന്റ് ഇന്ത്യ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ താഹിർ ബാദ്ഷാ പറയുന്നത്. അതേസമയം സ്വർണത്തിനായുള്ള പ്രവണത ഇപ്പോഴും ഉയർന്നതായതിനാൽ വിഹിതം കുറയ്ക്കുന്നതിനെക്കുറിച്ചും ഒരാൾ അറിഞ്ഞിരിക്കണം. മൾട്ടി അസറ്റ് ഫണ്ടുകളിൽ സ്വർണത്തിൽ 5% മാത്രമേ എക്സ്പോഷർ നിർദ്ദേശിക്കൂ എന്ന് ICICI സെക്യൂരിറ്റീസിലെ റീറ്റെയിൽ റിസർച്ച് മേധാവി പങ്കജ് പാണ്ഡെ പറഞ്ഞു. നേരത്തെ ഇത് 15% ആയിരുന്നു. സ്വർണവിലയിൽ കാര്യമായ തിരുത്തലുകൾ ഉണ്ടായാലും മാത്രമേ നിക്ഷേപകർ സ്വർണ ഇഡിഎഫുകളെ പരിഗണിക്കാവൂ എന്നും ബാദ്ഷാ കൂട്ടിച്ചേർത്തു. എന്നാൽ ആഭരണ ഓഹരികൾക്ക് ഈ പരിഗണന പോലും അദ്ദേഹം നൽകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇക്കാര്യത്തിൽ ഞാൻ മറ്റൊരു പാദം വരെ കാത്തിരിക്കും. ഒന്നുകിൽ അവയുടെ മൂല്യനിർണ്ണയം കുത്തനെ ശരിയാകും, അല്ലെങ്കിൽ ഞാൻ ആഭരണ ഓഹരികൾ വാങ്ങാൻ തിടുക്കം കാണിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു. പ്രധാന ആഭരണ ഓഹരികൾ കഴിഞ്ഞ വർഷത്തെ ശരാശരി മൂല്യനിർണ്ണയത്തെക്കാളും മുകളിലാണ് വ്യാപാരം നടത്തുന്നത്. എന്നിരുന്നാലും സ്ഥിരതയുള്ള സ്വർണ്ണവില ആഭരണം വാങ്ങുന്നവർക്ക് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ഇന്ത്യ ബുള്ളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷന് IBJA വൈസ് പ്രസിഡന്റ് അക്ഷ കാംബോജ് പറഞ്ഞു. അടുത്ത കുറച്ചു മാസങ്ങളിൽ സ്വർണ്ണവില സ്ഥിരമായി തുടരുകയാണെങ്കിൽ ഉപഭോക്തൃ വാങ്ങലിൽ ശക്തമായ വർധനവ് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് വരാനിരിക്കുന്ന ഉത്സവ, വിവാഹ സീസണിൽ, കാംബോജ് പറഞ്ഞു. വിലയിൽ കൂടുതൽ സെൻസിറ്റീവ് ആയ സ്വർണത്തെ പരമ്പരാഗത നിക്ഷേപ മാർഗമായി കാണുന്ന എൻട്രി ലെവൽ ടയർ 2, ടയർ 3 ഉപഭോക്താക്കൾക്ക് സ്ഥിരതയുള്ള വിലകൾ അർത്ഥവത്തായി ഗുണം ചെയ്യും. ഇടത്തരം വരുമാനമുള്ള ഉപഭോക്താക്കൾക്ക് മാനസികമായി സന്തോഷം നൽകുന്ന ഒരു ഇടമായ 50,000 രൂപയിൽ താഴെയുള്ള ആഭരണ വിഭാഗം ഇപ്പോൾ നിരവധി പാദങ്ങളായി തളർച്ചയിലാണ്. ഉയർന്ന സ്വർണ്ണവില ആഭരണ ആവശ്യകതയെ ബാധിച്ചു എന്നാണ് തനിഷ്ക് ചൂണ്ടിക്കാട്ടുന്നത്. മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ ഡിമാൻഡ് കുറഞ്ഞു. ഇത് അതിന്റെ വോളിയം വളർച്ചയെ ബാധിച്ചു. സ്വർണ്ണവില 30 മുതൽ 40% വരെ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ആഭരണ ബിസിനസ് വരുമാനം വർഷം തോറും 20% വർദ്ധിച്ചു. എന്നാൽ ഏപ്രിലിൽ 10 ഗ്രാമിന് 1 ലക്ഷം രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കായതിനാൽ ചില്ലറ സ്വർണ്ണ വിൽപ്പന 5% കുറഞ്ഞു. ഉയർന്ന സ്വർണ്ണ വിലകൾ സ്റ്റഡ് ചെയ്ത ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡ് കുറയ്ക്കുന്നതിനും കാരണമായി. ഇനി മുതൽ സ്വർണ്ണവില കുറയുന്നത് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന മൂല്യം മെച്ചപ്പെടുത്തുകയും ആഭരണ കമ്പനികളുടെ ലാഭക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് കാംബോജ് പറഞ്ഞു. എന്നിരുന്നാലും ഒന്നാം പാദത്തിൽ ഇതുവരെ ആഭരണങ്ങളുടെ ആവശ്യകത കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ദുർബലമായ ആഗോള സാമ്പത്തിക വളർച്ചയും അതിർത്തി കടന്നുള്ള ദുർബലമായ ബന്ധങ്ങളും സ്വർണത്തിനുള്ള സുരക്ഷിത താവള ആവശ്യകതയ്ക്ക് ഇന്ധനം നൽകുന്നത് തുടരുന്നതിനാൽ 2025 അവസാനത്തോടെ അന്താരാഷ്ട്ര സ്വർണ്ണ വില ഔൺസിന് $3,500 പ്രവചനമുണ്ട്. സ്വർണ്ണവിലയെ എങ്ങനെ നേരിടും? ബുദ്ധിമാന്മാർ പയറ്റുന്നത് ഈ തന്ത്രം, പക്ഷേ ഒരു വിട്ടുവീഴ്ച വേണം. സ്വർണ്ണവിലയിൽ സമീപകാലത്തുണ്ടായ വർധനവ് ആളുകളെ വലിയ തോതിൽ സ്വർണത്തിൽ നിന്നും പിൻവലിഞ്ഞിരിക്കുകയാണ്. വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം വാങ്ങുന്നവർ അളവിൽ വലിയ തോതിൽ കുറവ് വരുത്തിയിരിക്കുന്നതായി ജ്വല്ലറി ഉടമകൾ തന്നെ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആളുകൾ 22 കാരറ്റിന് പകരം 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളിലേക്ക് മാറുന്നതായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇന്ത്യൻ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ആഷർ വ്യക്തമാക്കുന്നത്. 2025 മാത്രം അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണവില 25%-ലധികമാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കണക്കെടുക്കുകയാണെങ്കിൽ വില 45%-ഓളം ഉയർന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വിലക്കയറ്റം ഉപഭോക്താക്കളെ സ്വർണ്ണാഭരണ വാങ്ങലിൽ നിന്നും നിക്ഷേപത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മലബാർ ഗോൾഡിന്റെ മൊത്തം ആഭരണ വിൽപ്പന മൂല്യം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഓരോ ഉപഭോക്താവിന്റെയും വാങ്ങൽ അളവ് കുറഞ്ഞതായി ആഷർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വില കൂടുന്നുണ്ടെങ്കിലും 1 ലക്ഷം രൂപ ബജറ്റുള്ള ഒരു ഉപഭോക്താവിന് അതിനപ്പുറം ചെലവഴിക്കാൻ കഴിയില്ല. അതിനാൽ ഡിസൈനുകൾ മാറ്റമില്ലാതെ നിലനിർത്തിക്കൊണ്ട് ഭാരം കുറഞ്ഞ ആഭരണങ്ങൾ നിർമ്മിക്കുകയാണ് ഞങ്ങൾ. ഇത് ഉപഭോക്താക്കളുടെ ആഗ്രഹങ്ങൾക്ക് വിട്ടുവീഴ്ച വരുത്താതെ ബജറ്റിനുള്ളിൽ നിൽക്കാൻ സഹായിക്കുന്നു, ആഷർ വിശദീകരിച്ചു. ചില പ്രദേശങ്ങളിൽ 22 കാരറ്റിൽ നിന്ന് 18 കാരറ്റ് ആഭരണങ്ങളിലേക്ക് ഉപഭോക്താക്കൾ വലിയ തോതിൽ മാറുന്നതായും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച് ലോകത്തിന് വിപണനം ചെയ്യുക എന്നതിലാണ് ഞങ്ങളുടെ ശ്രദ്ധ. 13 രാജ്യങ്ങളിൽ ഞങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ദർശനത്തിനനുസരിച്ച് ബിസിനസ്സുകൾ പ്രവർത്തിച്ചാൽ $1 ട്രില്യൺ കയറ്റുമതി ലക്ഷ്യം 100% നേടാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2025 മുതൽ 26 വരെയിൽ $1 ട്രില്യൺ കയറ്റുമതി ലക്ഷ്യം സാധ്യമാണെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻസിന്റെ FIO പ്രവചനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയായി അദ്ദേഹം പറഞ്ഞു. അതേസമയം സ്വർണ്ണവിലയിലെ പ്രവചനം അസാധ്യമാണെന്നാണ് മലബാർ ഗ്രൂപ്പിന്റെ ചെയർമാൻ MP അഹമ്മദ് വ്യക്തമാക്കിയത്. സ്വർണ്ണവിലയുടെ ഭാവി പ്രവചനാതീതമാണ്. എന്നാൽ ട്രംപിന്റെ ടാരിഫ് നയങ്ങളും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വില വർധനവിന് കാരണമായി. കഴിഞ്ഞ 25 മുതൽ 30 വരെ വർഷമായി സ്വർണ്ണവിലയിൽ സ്ഥിരമായ വർധന ഉണ്ടായിട്ടുണ്ട്. ഇത് ഉപഭോക്തൃ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു, MP അഹമ്മദ് പറഞ്ഞു. താരിഫ് ഭീഷണിയിൽ ചെറിയ ആശ്വാസമുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള സർക്കാരുകളും കേന്ദ്ര ബാങ്കുകളും സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുന്നത് ഡിമാൻഡ് വർദ്ധിക്കാൻ ഇടയാക്കുന്നത്.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI-യുടെ വിദേശനാണ്യ ശേഖരത്തിൽ സ്വർണത്തിന്റെ പങ്ക് 2021 മാർച്ചിൽ 5.87% 2025 മാർച്ചിൽ അത് 11.70% ഉയർന്നു. 2024 സെപ്റ്റംബറിൽ ഇത് 9.32%. കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വീണ്ടും കുറവ് രേഖപ്പെടുത്തി. ഒരു പവൻ സ്വർണത്തിന്റെ വില 320 രൂപ കുറഞ്ഞ് 71,160 രൂപയായി. ഒരു ഗ്രാം സ്വർണത്തിന്റെ വില 40 രൂപ കുറഞ്ഞ് 8,895 രൂപയിലുമെത്തി. ഈ മാസം 15-ന് സ്വർണ്ണവില 68,880 രൂപയിലേക്ക് ഇടിഞ്ഞിരുന്നു. ഒറ്റയടിക്ക് 1,560 രൂപ കുറഞ്ഞതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില ആദ്യമായി 70,000 രൂപയ്ക്ക് താഴെയെത്തി. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില മുകളിലേക്കെത്തി. അവിടെ നിന്നാണ് ആശ്വാസമായി ഇന്നും ഇന്നലെയുമായിട്ടുണ്ടായ ഇടിവ്. ട്രംപിന് കോടതിയിൽ തിരിച്ചടി, വിപണികൾക്ക് ആശ്വാസം. ഇന്ത്യൻ വിപണി പ്രതീക്ഷയോടെ US ഫ്യൂച്ചേഴ്സ് കുതിച്ചു, സ്വർണം താഴുന്നു. ഏഷ്യൻ വിപണികൾ ഉയർന്നു, ഡോളർ സൂചിക മുന്നോട്ട്, ക്രിപ്റ്റോകൾക്ക് ചാഞ്ചാട്ടം. ആഗോള വ്യാപാരയുദ്ധത്തിലേക്കു നയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി നിയമലംഘനമാണെന്നു കണ്ട് അവ റദ്ദാക്കാൻ US ഫെഡറൽ വ്യാപാര കോടതി ഇന്നലെ വിധിച്ചു. ഇതേ തുടർന്ന് US ഫ്യൂച്ചേഴ്സും ഏഷ്യൻ വിപണികളും കുതിച്ചു. ഇന്ത്യൻ വിപണിയുടെ ഡെറിവേറ്റീവ് വ്യാപാരത്തിലും ഗണ്യമായ കയറ്റമുണ്ട്. കോടതി ഉത്തരവ് മറികടക്കാൻ ട്രംപ് എന്തുവഴി സ്വീകരിക്കുമെന്നാണ് വിപണി ഉറ്റുനോക്കുന്നത്. നിയമപോരാട്ടം തുടരാനാണ് സാധ്യത. ഡെറിവേറ്റീവ് വിപണിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി ബുധനാഴ്ച രാത്രി 24,762.50 ക്ലോസ് ചെയ്തു. ഇന്നു രാവിലെ 24,835 കയറിയിട്ടു താഴ്ന്നു. ഇന്നു വിപണി നല്ല നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിദേശ വിപണി. യൂറോപ്യൻ വിപണികൾ ബുധനാഴ്ച നഷ്ടത്തിൽ അവസാനിച്ചു. പ്രതിരോധ ഓഹരികൾ മാത്രമാണ് ഉയർന്നത്. US വിപണി ദുർബലമായി. മുഖ്യ സൂചികകൾ 0.5% താഴ്ന്നു. എൻവിഡിയ കമ്പനിയുടെ ഒന്നാം പാദ റിസൾട്ടിലായിരുന്നു വിപണിയുടെ ശ്രദ്ധേത്രയും. കഴിഞ്ഞ ഫെഡ് യോഗത്തിന്റെ മിനിറ്റ്സ് വിലക്കയറ്റ മുരടിപ്പ് സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും അവയെ മറികടക്കാം എന്ന ആത്മവിശ്വാസവും പ്രകടമാക്കി. ഡൗ ജോൺസ് സൂചിക ഇന്നലെ 244.95 പോയിന്റ് 0.8% താഴ്ന്ന് 42,098.70 ക്ലോസ് ചെയ്തു. S&P 100 സൂചിക 32.99 പോയിന്റ് 0.6% നഷ്ടത്തോടെ 5,888.55 അവസാനിച്ചു. നാസ്ഡാക്ക് കോമ്പസിറ്റ് 98.23 പോയിന്റ് 0.1% ഇടിഞ്ഞ് 19,100.90 ബുധനാഴ്ച രാത്രി US ഫ്യൂച്ചേഴ്സ് കുത്തനെ ഉയർന്നു. ട്രംപിന്റെ പകരം തീരുവ പ്രഖ്യാപനം നിയമവിരുദ്ധമാണെന്ന കോടതി വിധിയും പ്രതീക്ഷിച്ചതിലും മികച്ച എൻവിഡിയ റിസൾട്ടുമാണു കാരണം. കമ്പനിയുടെ നിർണായകമായ ഡാറ്റാ സെന്റർ ബിസിനസ് 73% വളർച്ച കാണിച്ചു. ഡൗ 508ഉം 1.18%, S&P 95ഉം 1.6%, നാസ്ഡാക്ക് 430ഉം 2% പോയിന്റ് ഉയർന്നു. ഏഷ്യൻ വിപണികൾ ഇന്നു നേട്ടത്തിലാണ്. ജപ്പാനിൽ നിക്കൈ 1.5%, കൊറിയയിൽ കോസ്പി 1% ഉയർന്നു വ്യാപാരം തുടങ്ങി. ദിശാബോധം കിട്ടാതെ ഇന്ത്യ. ഇന്ത്യൻ വിപണി വ്യക്തമായ ദിശാബോധം കിട്ടാതെ പരിമിത മേഖലയിൽ കയറിയിറങ്ങുകയാണ്. ജൂണിൽ ഇന്ത്യ US വാണിജ്യകരാറിന്റെ ഒന്നാം ഘട്ടം തയ്യാറാകും എന്ന റിപ്പോർട്ടും വിപണിയെ ഉത്തേജിപ്പിച്ചില്ല. വിപണി സമയത്തിനു ശേഷം വന്ന ഏപ്രിലിലെ വ്യവസായ ഉൽപാദന സൂചിക നിരാശപ്പെടുത്തുന്നതായി. ഫാക്ടറി ഉൽപാദനത്തിൽ ഉണർവുണ്ടായിട്ടും സൂചിക താഴോട്ടുപോയി. ബുധനാഴ്ച നിഫ്റ്റി 73.75 പോയിന്റ് 0.30% താഴ്ന്ന് 24,752.45 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 239.31 പോയിന്റ് 0.29% നഷ്ടത്തോടെ 81,312.32 വ്യാപാരം അവസാനിപ്പിച്ചു. ബാങ്ക് നിഫ്റ്റി 64.20 പോയിന്റ് 0.12% കയറി 55,417.00 അവസാനിച്ചു. മിഡ് ക്യാബ് 100 സൂചിക 13.10 പോയിന്റ് 0.12% താഴ്ന്ന് 57,141.40 സ്മോൾ ക്യാബ് 100 സൂചിക 58.85 പോയിന്റ് 0.33% ഉയർന്ന് 17,784.00 ക്ലോസ് ചെയ്തു. വിശാല വിപണിയിലെ കയറ്റ ഇറക്ക അനുപാതം ഇറക്കത്തിന് അനുകൂലമായി തുടർന്നു. BSEയിൽ 1956 ഓഹരികൾ ഉയർന്നപ്പോൾ 2006 ഓഹരികൾ ഇടിഞ്ഞു. NSEയിൽ ഉയർന്നത് 1462 എണ്ണം, താഴ്ന്നത് 1395 ഓഹരികൾ. NSEയിൽ 51 ഓഹരികൾ 52 ആഴ്ചയിലെ ഉയർന്ന വിലയിലെത്തിയപ്പോൾ താഴ്ന്ന വിലയിലെത്തിയത് 18 എണ്ണമാണ്. 93 ഓഹരികൾ അപ്പർ സർക്യൂട്ടിൽ എത്തിയപ്പോൾ 47 എണ്ണം ലോവർ സർക്യൂട്ടിലെത്തി. വിദേശ നിക്ഷേപകർ ബുധനാഴ്ച ക്യാഷ് വിപണിയിൽ 4,662.92 കായടി രൂപയുടെ അറ്റ വാങ്ങൽ നടത്തി. സ്വദേശി ഫണ്ടുകൾ 7,911.99 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങി. നിഫ്റ്റി 24,700 പിന്തുണ നഷ്ടപ്പെടുത്തിയ 24,450, 24,500 ആകും അടുത്ത പിന്തുണ നില. 24,800 മുകളിൽ നിഫ്റ്റി കയറിയാൽ 25,100 വിപണി നീങ്ങും. ഇന്നു നിഫ്റ്റിക്ക് 24,705ഉം 24,660ഉം പിന്തുണയാകും. 24,830ലും 24,900ലും തടസ്സമുണ്ടാകാം. സ്വർണം ഇടിയുന്നു.
ട്രംപിന്റെ തീരുവ ഉത്തരവ് റദ്ദാക്കിയ നടപടി സ്വർണ്ണവിപണിയെ ഇടിച്ചിട്ടു. വിപണിയിലെ പല അനിശ്ചിതത്വങ്ങളും നീക്കുന്നതായി കോടതി നടപടി. ബുധനാഴ്ച ഔൺസിനു $3288 താഴ്ന്ന സ്വർണം ഇന്നു രാവിലെ 3255 വരെ താഴ്ന്നിട്ട് അല്പം കയറി. കേരളത്തിൽ ബുധനാഴ്ച വിലമാറ്റമില്ലാതെ പവൻ 71,480 രൂപയിൽ തുടർന്നു. ഇന്നു വില കുറയാം. വെള്ളിവില ഔൺസിന് $32.91 ബുധനാഴ്ച വ്യാവസായിക ലോഹങ്ങൾ പൊതുവെ ഉയർന്നു. ചെമ്പ് 0.31% കയറി ടണ്ണിന് $9,682.00 അലൂമിനിയം 0.61% ഉയർന്ന് $2,491.68 ആയി. ലെഡ്, നിക്കൽ, ടിൻ എന്നിവ താഴ്ന്നപ്പോൾ സിങ്ക് ഉയർന്നു. റബ്ബർ രാജ്യാന്തര വിപണിയിൽ കിലോഗ്രാമിന് 2.29% താഴ്ന്ന് $166.60 ആയി. കൊക്കോ 1.14% താഴ്ന്ന് ടണ്ണിന് $9,659.08 ആയി. ഡോളർ സൂചിക ഉയരുന്നു. ഡോളർ സൂചിക കയറ്റത്തിലാണ്. ഇന്നലെ 99.88 ക്ലോസ് ചെയ്ത സൂചിക ഇന്നു രാവിലെ 100.39 ഒരു യൂറോ 124 സെന്റ് ഡോളറിലേക്കു താഴ്ന്നു. ഒരു പൗണ്ട് 343 പെനി ഡോളറിലാണ്. ജാപ്പനീസ് യെൻ ഡോളറിന് 145.93 yen എന്ന നിരക്കിലേക്ക് ഇടിഞ്ഞു. US 10 വർഷ കടപ്പത്രങ്ങളിലെ നിക്ഷേപനേട്ടം 4.513% കയറി. 30 വർഷ കടപ്പത്രങ്ങളിലെ നിക്ഷേപനേട്ടം 5% മുകളിലായി. രൂപ ബുധനാഴ്ച 3 പൈസ താഴ്ന്നു. $85.36 രൂപയിൽ ക്ലോസ് ചെയ്തു. ചൈനയുടെ കറൻസി ഒരു ഡോളറിന് 7.20 യുവാൻ എന്ന നിലയിൽ തുടരുന്നു. ക്രൂഡ് ഓയിൽ ഉയരുന്നു. ക്രൂഡ് ഓയിൽ കയറ്റത്തിലാണ്. ഇന്നു രാവിലെ ബ്രാൻഡ് 65.40 WTI 62.37 മർബൻ ക്രൂഡ് 64.41 ഡോളറിലേക്കു കയറി. ക്രിപ്റ്റോകൾ ചാഞ്ചാടുന്നു. ബിറ്റ് കോയിൻ ബുധനാഴ്ച ചാഞ്ചാട്ടം തുടർന്നു. ഇന്നു രാവിലെ $1.08 ലക്ഷം മുകളിലാണ്. ഈതർ $2,720 തുടരുന്നു. വിപണി സൂചനകൾ. 2025 മെയ് 28 ബുധൻ. സെൻസെക്സ് 30,81,312.32 മുതൽ 0.29% വരെ. നിഫ്റ്റി 50 24,752.45 മുതൽ 0.30% വരെ. ബാങ്ക് നിഫ്റ്റി 55,417.00+0%. മിഡ് ക്യാബ് 100 57,141.40 മുതൽ 0.02% വരെ. സ്മോൾ ക്യാപ് 100 17,784.00+0%. ഡൗ ജോൺസ് 42,098.70 മുതൽ 0.8% വരെ. S&P 5,888.55 മുതൽ 0.6% വരെ. നാസ്ഡാക്ക് 19,100.90 മുതൽ 0.1% വരെ. ഡോളർ 85 രൂപ 36 പൈസ പ്ലസ് രൂപ 0.03. സ്വർണം ഔൺസ് $3,288.40 $13.60. സ്വർണം പവൻ 71,480 രൂപ 00. ക്രൂഡ് ബ്രാൻഡ് ഓയിൽ $64.90 പ്ലസ് $0.89.